ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ പാദ്രി പിയോ ജീവിതത്തിൽ ഫോളോ ചെയ്തിരുന്ന 5 മാർഗങ്ങളെ കുറിച്ചിട്ടാണ്. 5 മാർഗങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ്. ഇതുവരെ നിങ്ങൾ അങ്ങനെയൊന്ന് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. വിശുദ്ധ പാദ്രി പിയോ നമുക്ക് തരുന്ന 5 പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തത് ദിവ്യകാരുണ്യ ഭക്തിയാണ്, ആരാധനയാണ്. ദിവ്യകാരുണ്യ ആരാധന വെളുപ്പിന് 2:30 മുതൽ വിശുദ്ധ പാദ്രി പിയോ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു വിശുദ്ധ കുർബാനയായിരുന്നു പാദ്രി പിയോയുടേത്. അത്രമാത്രം ബലിപീഠത്തെയും യേശുക്രിസ്തുവിനെയും വിശുദ്ധ പാദ്രി പിയോ വിലമതിച്ചിരുന്നു. പാദ്രി പിയോ ഇപ്രകാരം നമ്മളോട് പറയുന്നുണ്ട്: ഭക്തിയോടും സ്നേഹത്തോടും കൂടി ബലിപീഠത്തെ ആര് സമീപിക്കുന്നുവോ അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതായിരിക്കും പരിശുദ്ധ കുർബാന എന്നുള്ളത്. പരിശുദ്ധ കുർബാനയിലൂടെ ജീവിതത്തെ എങ്ങനെ നമുക്ക് രൂപാന്തരപ്പെടുത്താമെന്നും പാദ്രി പിയോ ഇതിലൂടെ നമുക്ക് വിളിച്ചു കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് പാദ്രി പിയോ നമ്മളോട് പറയുന്നൊരു കാര്യം പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പാദ്രി പിയോയുടെ ഭക്തിയാണ്. 1913 പാദ്രി പിയോ ഒരു കത്തെഴുതി. ആ കത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പാദ്രി പിയോ ഇപ്രകാരം പറയുന്നുണ്ട്: നമ്മളിവിടെ അമ്മയുടെ മനോഹരമായ മാസത്തിൻ്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് എൻ്റെ മേലുള്ള ശ്രദ്ധ ഈ മാസവും സമൃദ്ധമായി തുടരും. അവൾ എന്നെ അതിരറ്റ സ്നേഹത്തിലേക്ക് നയിക്കുന്നു. അഗ്നി അല്ലെങ്കിലും ഞാനൊരു കനലാണ്. ഈ അമ്മ വഴി മകനായ ഈശോയോട് ഞാൻ ചുറ്റപ്പെട്ടിരിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും ഈശോയുടെയും മാതാവിൻ്റെയും സ്നേഹത്തിലേക്ക് ക്ഷണിക്കാൻ ഞാൻ പറക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ കുറച്ച് സമയം മാത്രമാണ് വിശുദ്ധ പാദ്രി പിയോ രാത്രിയിൽ ഉറങ്ങിയിരുന്നത്. തന്നോട് പ്രാർത്ഥനാ ആവശ്യങ്ങൾ പങ്കുവച്ചവരോട് ഏറ്റവും അധികമായി ജപമാല സമർപ്പിച്ചുകൊണ്ടായിരുന്നു പാദ്രി പിയോ രാത്രിയുടെ യാമങ്ങളിലും മറ്റ് സമയങ്ങളിലും ചെലവഴിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ആയുധമെന്നാണ് വിശുദ്ധ പാദ്രി പിയോ ജപമാലയെ വിളിച്ചിരുന്നത്. ജപമാല പാദ്രി പിയോയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാവാൻ 2 കാരണങ്ങൾ പാദ്രി പിയോ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട്, സുവിശേഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ ജപമാലയ്ക്ക് സാധിക്കും. രണ്ടാമതായിട്ട്, മറിയത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രതിധ്വനിയാണ് ജപമാല. മൂന്നാമതായിട്ട്, പാദ്രി പിയോ നമുക്ക് തരുന്ന പാഠം വിശുദ്ധ കുമ്പസാരമാണ്. കുമ്പസാരക്കൂട്ടിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചിരുന്ന ഒരു വൈദികനായിരുന്നു വിശുദ്ധ പാദ്രി പിയോ. ഒരു ദിവസം 15 മണിക്കൂർ മുതൽ വളരെ നീണ്ട മണിക്കൂറുകൾ വരെ പാദ്രി പിയോ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചിരുന്നു. ആത്മാർത്ഥതയില്ലാതെ കുമ്പസാരത്തിന് വരുന്നവരെ തിരിച്ചറിയുവാനും അവരുടെ പാപങ്ങൾ ഓർമ്മപ്പെടുത്തി ശരിയായ അനുതാപത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനും വിശുദ്ധ പാദ്രി പിയോയ്ക്ക് സവിശേഷമായിട്ടുള്ള കഴിവ് ദൈവം നൽകിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും വിശുദ്ധ കുമ്പസാരത്തെ സ്വീകരിക്കുകയും കരുണയോടെ ദൈവത്തിൻ്റെ കൂടാരത്തെ സമീപിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കാം. നാലാമത്തെ പാഠം വിശുദ്ധ പാദ്രി പിയോ പഠിപ്പിക്കുന്നത് എളിമ എന്ന പുണ്യത്തെക്കുറിച്ചിട്ടാണ്. പാദ്രി പിയോയുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുടെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തിയാണ് പാദ്രി പിയോ. ഒരിക്കൽ ഒരു വൈദികൻ പാദ്രി പിയോയ്ക്ക് എതിരായിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്താനിടവന്നു. ഈ വൈദികൻ മറ്റേതോ കാരണത്താൽ കുറച്ച് നാളുകൾ ജയിലിൽ കഴിഞ്ഞിരുന്നു. പിന്നീട് ഇദ്ദേഹം പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ പാദ്രി പിയോ ഇദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ചിലർ അദ്ദേഹത്തിൻ്റെ പഞ്ചശതം വ്യാജമാണെന്ന് പറഞ്ഞു പരത്തി. പാദ്രി പിയോയുടെ എളിമയെക്കുറിച്ച്
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുന്നത്: ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും സ്നേഹം കൊണ്ട് സ്വീകരിച്ചാൽ അവ വിശുദ്ധിയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന, അവ ദൈവത്തെ അറിയാൻ കഴിയുന്നവർക്കും വലിയ നന്മയിലേക്ക് നമ്മുടെ വാതിലുകളെ തുറക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാദ്രി പിയെ പോലെ നമുക്കും എളിമയിൽ വളരാം, സ്നേഹത്തിൽ ജ്വലിക്കുകയും ചെയ്യാം. അഞ്ചാമത്തെ പാഠം കാവൽ മാലാഖയോടുള്ള വിശുദ്ധ പാദ്രി പിയുടെ ബന്ധമാണ്. 1913 തൻ്റെ ആത്മീയ മക്കൾക്ക് എഴുതിയ ഒരു കത്തിൽ കാവൽ മാലാഖയെക്കുറിച്ച് വിശുദ്ധ പാദ്രി പിയോ രേഖപ്പെടുത്തുന്നുണ്ട്: അമ്മയുടെ ഉദരത്തിൽ തുടങ്ങി കല്ലറ വരെ നമ്മളെ സമാശ്വസിപ്പിക്കാനായി ഒരു ആത്മാവ് ആശ്വാസമായി കൂടെയുള്ളത് എത്ര നല്ലതാണ് എന്നാണ് പാദ്രി പിയോ പറയുന്നത്. ഒരു നിമിഷം പോലും നമ്മൾ പാപം ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കുമ്പോൾ പോലും നമ്മളെ ഉപേക്ഷിക്കാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സ്വർഗീയ ആത്മാവ് നമ്മളെ നിരീക്ഷിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. ഈ നല്ല മാലാഖ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തികളും നിങ്ങളുടെ പരിശുദ്ധമായ ആഗ്രഹങ്ങളും ദൈവത്തിന് സമർപ്പിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയുക. യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, പാദ്രി പിയോയുടെ 5 പാഠങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ 5 പാഠങ്ങളും നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി തിരഞ്ഞെടുക്കുന്ന പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ഹിതമായിരിക്കണം. യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, പാദ്രി പിയോ വളരെ സിമ്പിളായിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്, പക്ഷേ വളരെ പവർഫുള്ളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ. ഇതൊക്കെ തന്നെ പോരെ നമുക്ക് ജീവിതത്തിൽ യേശുവിൻ്റെ വഴിയെ സഞ്ചരിക്കാനായിട്ട്? നമ്മളെ ശക്തിപ്പെടുത്തുന്ന 5 മാർഗങ്ങളാണ്, 5 പാഠങ്ങളാണ് വിശുദ്ധ പാദ്രി പിയോ പറയുന്നത്. നമ്മുടെ കാവൽ മാലാഖയോടുള്ള ബന്ധവും വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും അതിലൂടെ നമുക്ക് കിട്ടുന്ന എളിമയെന്ന പുണ്യവും എത്ര മനോഹരമാണെന്നുള്ളത് നമുക്ക് ഒന്ന് രുചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇതൊന്നും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനാ ജീവിത രീതി ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കുക. യഥാർത്ഥമായിട്ടുള്ളൊരു വഴിയാണ് വിശുദ്ധ പാദ്രി പിയോ തിരഞ്ഞെടുത്തത്. അത് തന്നെ നമുക്കും ഫോളോ ചെയ്യാം. അങ്ങനെ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്കും അത് മറ്റുള്ളവരിലേക്കും ജ്വലിപ്പിക്കാൻ നമുക്കും സാധിക്കും. യേശുദേവൻ നമ്മളെല്ലാവരെയും, പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.